ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറ ഇഫ്താർ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഇക്കുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് നോമ്പ് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോമ്പ് തുറ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഒരു ദിവസം മുമ്പ് തൊട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ അരിപ്പത്തിരി ഉണ്ടാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തായും കുഞ്ഞുങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പക്ഷേ ഉച്ചയാകുമ്പോൾ പോകണം, എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നോമ്പ് തുറക്കാനായിട്ട് അവർക്ക് നിൽക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്ത ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മാക്കൊരു ഹെൽപ്പിംഗ് ആയിരുന്നു. ഉമ്മായും ഇത്തായും കൂടെ ആയിരുന്നു ഇന്നത്തെ പാചകം എല്ലാം തന്നെയും കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്താലും ഇവർ രണ്ടുമാണ് മെയിനായിട്ട് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലറ്റാണ് ഈ ഉണ്ടാക്കുന്നത് കേട്ടോ. കട്ട്ലറ്റ് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കിഴങ്ങോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാതെ ഭയങ്കര സിമ്പിളായിട്ടാണ് കട്ട്ലറ്റ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കിഴങ്ങൊന്നും വെക്കാതെ അതിന് പകരം ബ്രെഡ് പൊടിച്ചതിൻ്റെ ആ ഒരു പൊടി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കാനായിട്ട്, അതായത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യാത്തക്ക രീതിയിൽ ബ്രെഡ് പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് പൊട്ടിയൊന്നും പോകില്ല. പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിലും മുട്ടയിലും ഒക്കെ മുക്കിയിട്ടല്ലേ പൊരിക്കുന്നത്, അതുകൊണ്ട് പൊട്ടിയൊന്നും പോകില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് പൊരിച്ചെടുക്കാനും കുറച്ചുകൂടി സിമ്പിളായിട്ട് എനിക്ക് തോന്നി മറ്റേത് പൊരിക്കുന്നതിനേക്കാളും. കാരണം ഇത് അകമൊന്നും അങ്ങനെ വേവാതൊന്നും ഇരിക്കത്തില്ല, ബ്രെഡ് പൊടിയല്ലേ ചേർത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കാനും പറ്റും കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ ആദ്യം കട്ട്ലറ്റ് കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ ഈവനിങ് ആണ് പൊരിച്ചത്. അപ്പോൾ അതുകൊണ്ട് കട്ട്ലറ്റൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ കറി വെക്കലായിരുന്നു. കറി ബീഫായിരുന്നു. അപ്പോൾ ബീഫ് കറി നോർമലായിട്ട് ബീഫ് കറി നോർമൽ രീതിയിൽ തന്നെയാണ് വെച്ചത്. ഇത്തായിരുന്നു കറിയെല്ലാം വെച്ചത് കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പ്രഗ്നൻസി എത്ര വീക്സ് ആയെന്ന്. ഞാനിപ്പോൾ 34 വീക്സ് ആണ്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കൂടി കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 9ാം മാസത്തിലോട്ട് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് മന്താണ് എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഏപ്രിലാണ്. ഏപ്രിൽ ഒരു പകുതിയൊക്കെ ആവുമായിരിക്കും ഡേറ്റ് പറഞ്ഞേക്കുന്നത്, ആ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അരിപ്പത്തിരി നമ്മൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഉമ്മ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം പെട്ടെന്ന് എടുത്ത് നമുക്ക് ചുട്ടാൽ മതി. അപ്പോൾ പരത്തുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കവറിൽ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം പരത്താൻ പറ്റുമെന്ന് എനിക്ക് ഉമ്മ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി UAE പോകുമ്പോഴത്തേക്കിനും ആ ഒരു രീതിയിൽ പരത്തി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ UAE പോകുമ്പോൾ അങ്ങനെ അരിപ്പത്തിരി ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. പക്ഷെ ഉമ്മാക്ക് ഇത് സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇനി പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഉമ്മ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പരത്തിയിട്ട് 2 ദിവസമായിട്ട് എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് എടുത്ത് ചുട്ടെടുക്കാമല്ലോ. പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഷേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ ഇന്ന് മാംഗോ ഷേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അത് ഞാൻ കണ്ടിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന തൊട്ട് തോന്നി. അപ്പോൾ ഞാൻ 2 മാങ്ങയും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഒന്ന് ടൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 മാങ്ങയും കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രഗ്നൻസിയിൽ പലരും ചോദിക്കാറുണ്ട് ബാക്ക് പെയിൻ ഉണ്ടോയെന്ന്. ഇപ്പം ആക്ച്വലി ബാക്ക് പെയിൻ എനിക്കിപ്പോൾ കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അൽഹംദുലില്ലാ. കാരണം ഞാൻ പണ്ട് ജോബിന് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു എനിക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ബാക്ക് പെയിൻ വന്നിട്ടുള്ള ദിവസങ്ങളും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഫാർമസിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും
അവിടെ ഇങ്ങനെ ബെഡ് അണ്ടർ പാഡോ ഡയപ്പറിൻ്റെ പാക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ബാക്കിൽ എടുത്ത് വെച്ച്, ഈ കസേരയുടെ ബാക്കിൽ എടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് അത്രയും നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് റെസ്റ്റൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല കുറവുണ്ട് ബാക്ക് പെയിൻ കേട്ടോ. പിന്നെ നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കിയത്. പഴംപൊരി നോർമലി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരിപ്പൊടിയും മൈദാമാവ് ഉപയോഗിക്കാതെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ എല്ലാവരും കൂടി വരുന്നത് കൊണ്ട് നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ മൈദാമാവൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉഴുന്നുവടയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉഴുന്നുവട വാങ്ങിയാണ് ചെയ്തത് കേട്ടോ, കാരണം എല്ലാം കൂടി ഉണ്ടാക്കാനുള്ള ടൈമില്ലായിരുന്നു. അതുകൊണ്ട് ഉഴുന്നുവടയും വാങ്ങി, കുറച്ച് പൊറോട്ടയും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ഈ അരിപ്പത്തിരിയും രണ്ടും കൂടാണ് നോമ്പ് കഴിഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നോമ്പ് കഞ്ഞി ഉണ്ടല്ലോ, പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പം കുറച്ച് ഉഴുന്നുവടയും പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അടുത്ത പള്ളി നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ അവർക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാട്ടോ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഒരുക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ സീറ്റ് ഔട്ടിലൊക്കെ വന്ന് അവരെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഇക്കുൻ്റെ ഫാമിലി ഫുള്ളായിട്ട്, ഇക്കുൻ്റെ ഫാമിലിയും പിന്നെ ഇക്കുൻ്റെ വാപ്പയുടെ അനിയൻ്റെ ഫാമിലിയും പിന്നെ ഇക്കുൻ്റെ വാപ്പയുടെ പെങ്ങളുടെ ഫാമിലിയും. നമ്മുടെ 3 വീട് ഇങ്ങനെ അടുത്തടുത്താണ് അവിടെ. അപ്പോൾ എന്തൊരു ഫംഗ്ഷൻ, എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ 3 വീട്ടുകാരും ഇപ്പോഴും ഒരുമിച്ചായിരിക്കും പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ആ ഒരു സമയമായപ്പോൾ എല്ലാം ഇനി എടുത്ത് വെക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചതും പിന്നെ നമ്മൾ ഇങ്ങനെ ഈ സ്നാക്സൊക്കെ പൊരിച്ച് വെച്ചതും ജ്യൂസും എല്ലാമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കുവിന് ഈ ഒരു സമയത്തൊക്കെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ആളിങ്ങനെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു, ഞാനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അത് പല സമയത്തായിരിക്കുമല്ലോ, നമുക്ക് ഇവിടുത്തെ സമയം വെച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ സന്തോഷമായിട്ട് നമ്മൾ പിരിഞ്ഞു. ആക്ച്വലി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നോമ്പിന് ഒന്നും കൂടി ഒരു സന്തോഷം ആവുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇവിടെ എനിക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ഉമ്മായും അത്തായും മാത്രമായിരിക്കും നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, ആ ഒരു രീതിയായിരിക്കും. ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ അതൊരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ നമ്മൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.